CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. CPI ബന്ധം ഉപേക്ഷിച്ച ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഭിലാഷ്. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജനും സഹോദരൻ KK ജ്യോതിരാജനുമെതിരെ കടുത്ത ആരോപണങ്ങൾ. ഗുരുവായൂരിൽ BJPയിലും പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നീക്കം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം. വിശേഷാൽ കച്ചേരിക്ക് ആസ്വാദകരുടെ തിരക്ക്. സംഗീതോത്സവം 3 ദിവസം പിന്നിട്ടപ്പോൾ 500ഓളം പേർ സംഗീതാർച്ചന നടത്തി. കടവല്ലൂർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ 21-ൽ CPM നേരിട്ടും ഘടകകക്ഷിയായ CPI 10ാം വാർഡ് അറക്കലിലും മത്സരിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡ് LDF സ്ഥാനാർത്ഥി KM അഷറഫിന് പത്രിക സമർപ്പണത്തിനുള്ള തുക വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും സംയുക്തമായി നൽകി. വേലൂർ പഞ്ചായത്തിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഗുരുവായൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തി. വേലൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ എന്നിവരുൾപ്പെടെയുള്ളവരാണ് പത്രിക സമർപ്പിച്ചത്. പാറയമ്പാടത്ത് ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി 38 വയസ്സുള്ള അനൂപിനാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽപ്പെട്ട കാറുകൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കേരള വിഷന്റെ നേതൃത്വത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്കും ടെക്നീഷ്യന്മാർക്കുമായി KEE ആപ്ലിക്കേഷനെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവംബർ 21 വെള്ളിയാഴ്ച നടക്കുന്ന അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിലേക്ക് ഭക്തർ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് മരപ്പെട്ടിയെ പിടികൂടി. വടക്കേനടയിലെ ഹരേകൃഷ്ണ ലോഡ്ജിന്റെ 1ാം നിലയിൽ നിന്നാണ് മരപ്പെട്ടിയെ പിടികൂടിയത്. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ രൂപം കൊണ്ട ഗർത്തത്തിൽ ചാടി നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ KP ഉദയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കുഴികൾ കോൺക്രീറ്റ് ചെയ്തു. എരുമപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 27 പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താളപ്പെരുമഴ തീർത്തത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.